ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ദേശീയപാത ആരുടേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഇടിഞ്ഞ സമയത്ത് കുറേ ചർച്ചകൾ ഉയർന്നു വന്നല്ലോ. അതിലൊന്നും ഇത്തരത്തിലുള്ള പുകമറ സൃഷ്ടിക്കേണ്ട കാര്യമേ ഇല്ല. ദേശീയപാത അതോറിറ്റിയാണ് നമ്മുടെ രാജ്യത്ത് ദേശീയപാത നിർമ്മാണം നടത്തുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്? ഇത് കൊച്ചു കുട്ടിക്കാണ് അറിയാത്തത്. അതുകൂടി എടുത്ത് ഇടതുപക്ഷത്തിൻ്റെ തലയിൽ വെക്കാനുള്ള നീക്കമാണ് നടത്തിയത്. ഈ നിർമ്മാണത്തിലെ തകരാറ് കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യമേ പറയുന്നുള്ള കാര്യം, ഇതിൽ ഞങ്ങളുടെ പങ്ക് എന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ, ദേശീയപാത വികസനം നടപ്പില്ല എന്ന് തീർപ്പ് കൽപ്പിച്ച് ഫയൽ ക്ലോസ് ചെയ്തതായിരുന്നു UDF-ൻ്റെ ഭരണകാലത്ത്. അത് 30 മീറ്ററിൽ നിർമ്മിക്കാനാവില്ല എന്ന നിലപാട് NHAI എടുത്തു. അതിൽ കൂടുതൽ വീതി കൂട്ടാൻ കേരളത്തിലെ സാഹചര്യത്തിൽ സാധിക്കില്ല എന്ന നിലപാട് കേരളത്തിലെ ഗവൺമെൻറ്റും സ്വീകരിച്ചു. അങ്ങനെയാണല്ലോ അത് മുടങ്ങിപ്പോയത്. അതിന് ജീവൻ വയ്പ്പിച്ചു. അതാണ് LDF-ൻ്റെ നേട്ടം. LDF അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്തു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ NHAIയും അതുപോലെ തന്നെ മന്ത്രിയും ഒക്കെയായി ചർച്ച നടത്തി 45 മീറ്ററിൽ നിർമ്മാണം നടത്താൻ ധാരണയാവുകയും 6000 കോടി രൂപ കേരളം അതിനുവേണ്ടി കൊടുക്കുകയും ചെയ്തു. അതാണ് കേരളത്തിൻ്റെ പങ്ക്. 45 മീറ്ററിൽ പാതയുടെ നിർമ്മാണം നടത്താൻ തീരുമാനമെടുപ്പിച്ചു. അതിനാവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിന് വേണ്ടി 6000 കോടി രൂപ. ഒരാൾക്ക് പോലും പരാതിയില്ലല്ലോ ഭൂമി കൊടുക്കുന്നവർക്ക്, കാരണം കൈനിറയെ പണം കിട്ടി. ആരുടെയും കണ്ണുനീര് വീഴാതെ ഭൂമി എടുത്തു കൊടുക്കാൻ മുൻകൈ എടുത്തു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പങ്ക്. പിന്നെ നിർമ്മാണമാണ്. നിർമ്മാണത്തിന് DPR തയ്യാറാക്കുന്നതും ടെൻഡർ ചെയ്യുന്നതും അത് അവാർഡ് ചെയ്യുന്നതും നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നതും അതിൻ്റെ ഗുണപരിശോധന നടത്തുന്നതും എല്ലാം NHAI ആണെന്ന് ആർക്കാണ് അറിയാത്തത്? എല്ലാം NHAI ആണ്. അതിൽ കേരളത്തിൻ്റെ പങ്ക് എന്താണ്? വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക, ഇലക്ട്രിസിറ്റി ലൈൻ പോകുന്നുണ്ടെങ്കിൽ പോസ്റ്റ് മാറ്റി കൊടുക്കുക, നിർമ്മാണത്തിന് തടസ്സമായി മരം നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുറിച്ചു. ഇത് മാത്രമല്ലേ ഉള്ളൂ. ഇതാണ് സ്ഥിതി. അപ്പോൾ ഇതാണ് വസ്തുത എന്നിരിക്കെ മറിച്ചൊരു പ്രചരണം നടത്താൻ അവർ ശ്രമിച്ചു. പിന്നെ വ്യാജ പ്രചരണമല്ലേ, സർവത്ര വ്യാജ പ്രചരണമല്ലേ. കേരള നിയമസഭയിൽ ഉത്തരവാദിത്വം പ്രകടിപ്പിക്കേണ്ട ഒരു MLA പറഞ്ഞില്ലേ, ഇത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഭൂമി ഏറ്റെടുക്കാൻ കൊണ്ടുവന്ന നിയമം ഉള്ളതുകൊണ്ടാണ് ഇതിന് ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞത്, അതുകൊണ്ട് ഇതിൻ്റെ ഒരു അവകാശികൾ ഞങ്ങളാണ് എന്ന രൂപത്തിലാണ് പറഞ്ഞത്. അദ്ദേഹം അത് തിരുത്തിയോ? അതേ സഭയിൽ വ്യവസായ മന്ത്രി ആ നിയമം ഉദ്ധരിച്ചില്ലേ? ആ നിയമം ഉണ്ടാക്കിയ കമ്മിറ്റിയിലുള്ള ആളായിരുന്നു വ്യവസായ മന്ത്രി. ദേശീയപാത നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കുന്നത് ഈ നിയമപ്രകാരം സാധിക്കില്ല, അല്ലെങ്കിൽ ഈ നിയമത്തെ അതിൽ നിന്ന് ഒഴിവാക്കിയെന്ന് അതിൽ തന്നെ വ്യവസ്ഥയുണ്ട്. എന്നിട്ടും ആ കള്ളം പറഞ്ഞില്ലേ? കള്ളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയപാത വികസനം തടസ്സപ്പെടണമെന്നാണ് UDF ആഗ്രഹിക്കുന്നത്. അതൊരു അന്യായമായ ആഗ്രഹമാണ്. ജനങ്ങളത് ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾ എവിടെയെങ്കിലും കേടുപാട് പറ്റിയാൽ അതെല്ലാം പരിഹരിച്ച് എത്രയും വേഗം പൂർത്തിയായി സുഗമമായ ഗതാഗതം വരണം. അതാണ് ജനങ്ങളുടെ ആഗ്രഹം, LDF-ൻ്റെ ആഗ്രഹം. അതിനെ തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും പൊതുമരാമത്ത് മന്ത്രിയെ പ്രതിഷേധിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. ആ നിലയിൽ പൊതുമരാമത്ത് മന്ത്രി ഈ വിഷയത്തെ, അദ്ദേഹം വെച്ച പ്രയോഗങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണം ഈ പണി സുഗമമായി നടന്ന് പൂർത്തിയായി ജനങ്ങൾക്കതിൻ്റെ ഗുണഫലം ലഭിക്കണം എന്ന ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ്. കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയിലൂടെ പുറത്തു വന്നത് എന്ന് വേണം കാണാൻ. ഈ പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ UDF-നെതിരെ LDF പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം 18 മാസത്തെ കുടിശ്ശിക UDF വരുത്തി എന്നുള്ളതാണ്. അതിന് ഇപ്പോൾ UDF നൽകുന്ന മറുപടി, താങ്കൾ പണ്ട് തൃപ്പൂണിത്തുറ അംഗമായിരിക്കെ നൽകിയ നിയമസഭയിലെ മറുപടി 3 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഉള്ളതെന്ന് ധനമന്ത്രി താങ്കൾക്ക് മറുപടി നൽകിയത് ചൂണ്ടിക്കാണിച്ചാണ് UDF. അല്ലല്ല, അത് ശരിയായി വായിച്ചാൽ മതി. അതിൻ്റെ വിശദാംശം വേണമെങ്കിൽ വീണ്ടും പരിശോധിക്കുകയും ചെയ്യണം. എല്ലാം ഇതിൻ്റെ പ്രശ്നം, ചില ആളുകൾക്കൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ചില ആളുകൾ മനസ്സിലാക്കില്ല എന്ന് ആദ്യം പ്രതിജ്ഞ എടുത്തിട്ടാണ് വായിക്കാൻ തോന്നുന്നത്. ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പെൻഷൻ ഉണ്ടെന്നേ, 1-2 പെൻഷനൊന്നുമല്ല. വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, അഗതി പെൻഷൻ, അനാഥ പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, ഇങ്ങനെ 100 കൂട്ടം പെൻഷനാണ്. അതിലേതെങ്കിലും ഒന്ന് ചിലപ്പോൾ 6 മാസമായിരിക്കും തടസ്സമായിട്ടുണ്ടാവുക. എന്നാൽ ഗണ്യമായ ജനങ്ങൾ വാങ്ങുന്ന പെൻഷൻ ഇതിൽ 2-3 പെൻഷനാണ്. അത് കൂടുതൽ മാസം മുടങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ. UDF-ൻ്റെ അവസാന കാലത്ത് പെൻഷൻ ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ പെൻഷനും കൊടുത്തിട്ടില്ല. അത് LDF-ആണ് കുടിശ്ശിക തീർത്തത്. പിന്നെ ഇവർ പറയുന്നുണ്ടല്ലോ 1200 പെൻഷൻ. ഇന്നലെ ഞാൻ ഒരു MLA അങ്ങനെ പറയുന്നതായിട്ട് കേട്ടു. ആ MLA തന്നെയാണ് NHAI ഭൂമി ഏറ്റെടുക്കാൻ സഹായമായത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ നിയമമാണെന്ന് കളവ് പറഞ്ഞ്, ആ കളവ് അവിടെ വെച്ച് തന്നെ പിടിക്കപ്പെട്ടിട്ടും ഒരു തരത്തിലുള്ള ജാള്യതയും മുഖത്ത് വരാതെ വളരെ ഫലപ്രദമായി അതിനെ മാനേജ് ചെയ്ത ഒരാളാണ്. ഏത് പെൻഷനാണ് 1200 ഉണ്ടായത്? നിങ്ങൾ നോക്കണം.
കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം എന്ന് പറയുന്നത് ശരാശരി 200 രൂപയ്ക്കാണ് ചില പെൻഷൻ. എന്നാൽ വിരലിലെണ്ണാവുന്ന ചിലർ അർഹരായിട്ടുള്ള പ്രത്യേക പെൻഷന് ചിലപ്പോൾ കുറച്ച് കൂടുതൽ കൊടുക്കുന്നുണ്ടാവും. അതിന് ചിലപ്പോൾ ആ കാലത്ത് ഒരു 1000 കിട്ടിയിട്ടുണ്ടാവും. അത് ഏതാനും 1000 പേർക്കുള്ള പെൻഷനാണ്. UDFൻ്റെ കാലത്ത് 32 ലക്ഷം പേർക്കായിരുന്നു ഈ പെൻഷന് അർഹതയുള്ളതായി കണ്ടെത്തിയിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാൻ 2 പെൻഷനുള്ളവരെ അത് ഒഴിവാക്കി എണ്ണം വെട്ടിക്കുറച്ചു. ഇപ്പോൾ 62 ലക്ഷമാണ്, 60 ലക്ഷത്തിന് മുകളിലാണ്, ഏതാണ്ട് ഇരട്ടിയായി വന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചെല്ലാം വിശദാംശങ്ങൾ എടുത്ത് പരിശോധിക്കാനുള്ള ആർജവം കാണിക്കുകയാണ് വേണ്ടത്. ഭാഗികമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതും ബോധപൂർവം കളവ് പറയുന്നതും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തില്ല. സത്യത്തിൻ്റെ വഴിയിലേക്ക് സാവധാനമെങ്കിലും കടന്നു വരൂ സഹോദരന്മാരെ എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കൂ.